നമ്മൾ പോകുന്നത് കണ്ണൂരേക്കാണ്. കണ്ണൂരിൽ അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ മലയോര മേഖലകൾ ഏറെയുള്ള ഒരു ജില്ലയാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ശക്തമായ മഴ കണ്ണൂരിലും തുടരുകയാണ്. ഇന്നലെയും റെഡ് അലേർട്ടായിരുന്നു, മിനിഞ്ഞാന്നും റെഡ് അലേർട്ടായിരുന്നു. ഇന്നും കണ്ണൂരിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. അതിന് സമാനമായ മഴ തന്നെയാണ് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ, അതായത് നഗര ഗ്രാമ മലയോര വ്യത്യാസമില്ലാതെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പല പുഴകളും കരകവിഞ്ഞ് അവിടെ തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ പെരുമ്പ പുഴയുൾപ്പെടെ അവിടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പുഴകൾ പെട്ടതാണ് പയ്യന്നൂർ പെരുമ്പ ഉൾപ്പെടെ. അവിടെ കരകവിഞ്ഞിട്ടുണ്ട്. ഇരിട്ടി പുഴ, ഇരിക്കൂർ പുഴ ഉൾപ്പെടെ ചെറുപുഴ കാര്യങ്കോട് പുഴ ഉൾപ്പെടെ കരകവിഞ്ഞ് തീരപ്രദേശത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടെയൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു റോഡിലാണ്. ഇവിടെ മുണ്ടയാട്, കണ്ണൂർ മുണ്ടയാട് റോഡിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ട സാഹചര്യമാണുള്ളത്. വെള്ളം കയറി ഇപ്പോൾ നിലവിൽ ഇവിടെ ചെറുവാഹനങ്ങൾ മാത്രമാണ് ഈ കടക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇതിലൂടെ പോകരുത് എന്ന കാര്യം കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൂർണ്ണമായും തന്നെ വെള്ളം കയറി റോഡ് മുങ്ങിയ നിലയിലാണുള്ളത്. വിവിധയിടങ്ങളിൽ, ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും റോഡുകളിൽ ഈ രീതിയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിട്ടുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ജില്ലയിലാകെ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പാണുള്ളത്. മഴക്കൊപ്പം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. തീരപ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തന്നെ നിർദ്ദേശം കൃത്യമായി തന്നെ തീരപ്രദേശത്തുണ്ട്. മാഹി മുതൽ വളവട്ടണം വരെയുള്ള തീരപ്രദേശത്ത് ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്തുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. മറ്റ് ആശങ്കപ്പെടേണ്ട വലിയ നാശനഷ്ടങ്ങളോ മഴക്കെടുതികളോ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങിങ്ങായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വെള്ളം കയറിയും മരം വീണുമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വരും മണിക്കൂറിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അരുൺ പൂപ്പറമ്പ നിൽക്കുന്നത് റോഡാണ്, യഥാർത്ഥത്തിൽ തോടല്ല, തോട് പോലെ തോന്നുന്നുണ്ടെങ്കിലും. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അത്രത്തോളം വലിയ മഴ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പെയ്യുന്നു. ജോബിൻ കട്ടപ്പന പറയുന്നു ഇടുക്കിയിൽ കനത്ത മഴ എന്ന് പറയുന്നുണ്ട്. സമീർ പറയുന്നു മഞ്ചേരി കനത്ത മഴ, നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നേയില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാവത്തില്ലോ അല്ലേ? അത് കേൾക്കണ്ടേ? ഇവിടെ ഉള്ളിൽ കുറച്ച് കൂട്ടിക്കണേ. അനുശ്രീ ശശി പറയുന്നു ആലപ്പുഴ ഫുൾ ഹെവി റെയിൻ ഉണ്ടെന്ന് പറയുന്നു. അനുജിത അമ്മു കണ്ണൂർ ഹെവി റെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും കനത്ത മഴയുണ്ട്. തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. തിരുവനന്തപുരത്ത് അവധി കൊടുക്കാത്തതിൽ കുട്ടികൾ കമന്റ് ബോക്സിൽ ചെറിയ കലാപം ഉണ്ടാക്കുന്നുണ്ട്.